1987 ജോർജ് മെസ്സിയുടെയും സിലിയ മരിയയുടെയും മകനായി ഒരു അത്ഭുത ബാലൻ പിറന്നു. അവനാണ് ലയണൽ മെസ്സി. ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ രാജാവായി, മിശിഹായായി അവനെ വാഴ്ത്തുന്നു. മെസ്സിക്കിന്ന് പിറന്നാളാണ്. അർജന്റീനയുടെ ജയത്തിന് പുറകിലെ മിന്നൽ കുതിപ്പ്. 21 വയസ്സിൽ യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഓഫ് ദ ഇയർ എന്നീ പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 22 വയസ്സിൽ അദ്ദേഹം ആ 2 പുരസ്കാരങ്ങളും കരസ്ഥമാക്കുകയും ചെയ്തു. 2021 ലഭിച്ച 7ാമത് ബാലൻ ഡിയോയോടെ ഈ ബഹുമതി 7 തവണ നേടുന്ന ആദ്യ കളിക്കാരനായി. 2009, 2010, 2011, 2012 വർഷങ്ങളിലായി തുടരെ 4ാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. 2022 ഫിഫ ലോകകപ്പിൽ അദ്ദേഹം ലോകകപ്പും ഗോൾഡൻ ബോളും നേടി. പലപ്പോഴും ഇതിഹാസ താരം ഡിയഗോ മറഡോണയുമായി ആരാധകർ ഇദ്ദേഹത്തെ സാമ്യപ്പെടുത്താറുണ്ട്. മറഡോണ തന്നെ പിൻഗാമിയായി മെസ്സിയെ വിശേഷിപ്പിച്ചു. ഈ ലോകകപ്പിനെ വരവേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്നത് മെസ്സി മാജിക് കാണുവാനായിരുന്നു. അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ ഹാട്രിക് നേടിയിരുന്നു മെസ്സി. കഴിഞ്ഞ മത്സരത്തിലെ ഗോൾ കൂടിയായപ്പോൾ ഫുട്ബോൾ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ 18 ഗോളോടെ അർജന്റീനയുടെ ലയണൽ മെസ്സി ഒന്നാമതായി. മിശിഹായുടെ മാജിക് കാണാനെത്തിയ കാണികൾ ഒട്ടും നിരാശരായില്ല. ജർമ്മനിയുടെ മിരാസ്ലവ് ക്ലോസയുടെ റെക്കോർഡ് മെസ്സി മറികടന്നു. മെസ്സിയുടെ പിറന്നാളിന് 1000 ആശംസകൾ നേരുകയാണ് ആരാധകർ. അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ലോകമെങ്ങും വിസ്മയത്തോടെ അതിനെ ആളുകൾ വരവേൽക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.